മോഷൻസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ചലനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. രണ്ട് തരം മോഷൻസ് ആണ് ഭൂമിക്കുള്ളത്. ഒന്ന് റൊട്ടേഷൻ, രണ്ട് റവല്യൂഷൻ. റൊട്ടേഷൻ എന്ന് പറയുന്നത് ഭൂമി അതിൻ്റെ ആക്സിസിൽ സ്വയം കറങ്ങുന്നതിനെയാണ്. എന്നാൽ റവല്യൂഷൻ എന്നത് ഭൂമി സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതിനെയാണ് പറയുന്നത്. ഓർബിറ്റൽ പ്ലെയിന് എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ അച്ചുതണ്ട് ഒരു സാങ്കല്പിക രേഖയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആക്സിസ് ഓർബിറ്റൽ പ്ലെയിനുമായി 66.5 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു. അതായത് ഭൂമിക്ക് ചെരിവില്ല എങ്കിൽ ഓർബിറ്റൽ പ്ലെയിനും അതിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. ചെരിവ് വരുമ്പോൾ ആക്സിസും ഓർബിറ്റൽ പ്ലെയിനും ഇടയ്ക്കുള്ള ആംഗിൾ 66.5 ഡിഗ്രിയും ആക്സിസും വെർട്ടിക്കൽ ലൈനും തമ്മിലുള്ള ആംഗിള് 23.5 ഡിഗ്രിയുമായി മാറുന്നു. ഓർബിറ്റൽ പ്ലെയിൻ എന്നത് ഓർബിറ്റ് ഫോം ചെയ്യുന്ന ഒരു പ്ലെയിനാണ്. സൂര്യനിൽ നിന്നും എർത്ത് ലൈറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. എർത്തിന് സ്ഫെറിക്കൽ ഷേപ്പ് ആയതിനാൽ ഭൂമിയുടെ പകുതി ഭാഗങ്ങളിൽ മാത്രമേ സൂര്യപ്രകാശം ഒരേ സമയത്ത് ലഭിക്കുകയുള്ളൂ. സൂര്യപ്രകാശം ലഭിക്കുന്ന പകുതിയിൽ പകലും മറ്റേ പകുതിയിൽ രാത്രിയും ആയിരിക്കും. സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്താണെന്ന് നോക്കാം. സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞാൽ എർത്തിൽ പകലും രാത്രിയും ഡിവൈഡ് ചെയ്യുന്ന ഒരു സർക്കിൾ കാണാം. അതിനെയാണ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. ഈ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എർത്തിന്റെ ആക്സിസുമായി ഒരിക്കലും കോയിൻസൈഡ് ചെയ്യുന്നില്ല, അതായത് ഒത്തുചേരുന്നില്ല എന്ന് അർത്ഥം. ഭൂമിക്ക് അതിന്റെ ആക്സിസിൽ സ്വയം കറങ്ങാൻ 24 മണിക്കൂറാണ് ആവശ്യം. ഈ റൊട്ടേഷൻ പീരീഡിന് എർത്ത് ഡേ എന്നാണ് പറയുന്നത്. ഇതാണ് ഭൂമിയുടെ ഓരോ ദിവസത്തെയും ചലനമായി കണക്കാക്കുന്നത്. ഭൂമി കറങ്ങിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സൂര്യനെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗത്തിൽ എപ്പോഴും പകലായിരിക്കും. കൂടാതെ ഈ ഭാഗത്ത് തുടർച്ചയായി ചൂടും ആയിരിക്കും. മറ്റേ പകുതിയിൽ എപ്പോഴും ഇരുട്ടായിരിക്കുകയും കൂടാതെ തണുപ്പുമായിരിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ രണ്ട് എക്സ്ട്രീം കണ്ടീഷനിലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുക അസാധ്യമായി തീരും മനുഷ്യർക്ക്. ഇതാണ് ഭൂമിയുടെ കറക്കം നിലച്ചാൽ സംഭവിക്കുക. ഭൂമിയുടെ രണ്ടാമത്തെ മോഷൻ എന്നത് റവല്യൂഷനാണ്. ഭൂമി സൂര്യന് ചുറ്റും ഓർബിറ്റലിൽ കറങ്ങുന്നതിനെയാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റവല്യൂഷന് 365.4 ദിവസമാണ് ഭൂമി എടുക്കുന്നത്. അതിൽ 365 ദിവസം നമ്മൾ കണക്ക് കൂട്ടുന്ന സൗകര്യത്തിനായിട്ട് എടുക്കുകയും ബാക്കിയുള്ള 6 മണിക്കൂറിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഓരോ വർഷത്തിലെയും ഒഴിവാക്കിയ ഈ 6 മണിക്കൂറിനെ 4 വർഷം കൂടുമ്പോൾ 24 മണിക്കൂറായി എടുക്കുകയും ആ കൂടുതലായി കിട്ടിയ ഒരു ദിവസത്തെ ഫെബ്രുവരി മാസത്തിൽ ചേർക്കുകയും 28 ദിവസം മാത്രമുണ്ടായിരുന്ന ഫെബ്രുവരി അങ്ങനെ 29 ദിവസമായി തീരുകയും ചെയ്യുന്നു. ഫെബ്രുവരി 29 ദിവസമുള്ള വർഷത്തിനെയാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. എന്താണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്? ഭൂമി സൂര്യനെ ചുറ്റാൻ ഉപയോഗിക്കുന്ന പാതയാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നാൽ ഭൂമിയുടെ ഒരു വശത്തേക്കുള്ള ചെരിവ് ഓർബിറ്റലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഒരേ വശത്തേക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഒരു വർഷത്തില് 4 സീസൺസ് ഉണ്ടാകാറുണ്ട്. സമ്മർ, വിന്റർ, സ്പ്രിംഗ്, ഓട്ടം. ഈ സീസൺസ് ഉണ്ടാകാൻ കാരണം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ നോക്കിക്കേ. 21 ജൂണിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. 21 ജൂണിൽ എർത്തിന്റെ നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യന് നേരെ ചരിഞ്ഞു നിൽക്കുന്നതായി കാണാം. ഈ സമയം സൂര്യന്റെ റേസ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ഡയറക്റ്റായി വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിന്റെ ഫലമായി ഈ ഭാഗത്ത് ചൂട് വളരെ കൂടുതലായി ലഭിക്കുന്നു. എന്നാൽ ഈ സമയം പോൾസിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ
കുറവ് ചൂടാണ് അനുഭവപ്പെടുന്നത്. കാരണം സൺറൈസ് ഈ കാലയളവിൽ നോർത്ത് പോളാർ റീജിയൻസിൽ ചരിഞ്ഞാണ് പതിക്കുന്നത്. നോർത്ത് പോൾ സൂര്യനിലേക്ക് ചരിഞ്ഞ് ഇരിക്കുകയും ആർട്ടിക് സർക്കിളിനപ്പുറമുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായി 6 മാസം പകൽ മാത്രം ഉണ്ടാവുകയും ചെയ്യുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു വലിയ ഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഇക്വേറ്ററിന് നോർത്തിലുള്ള പ്രദേശങ്ങളിൽ അപ്പോൾ സമ്മർ സീസൺ ആയിരിക്കും. 21 ജൂണിൽ ഇവിടെ വളരെ ദൈർഘ്യമേറിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും ആയിരിക്കും. എന്നാൽ ഈ കാലയളവിൽ സദേൺ ഹെമിസ്ഫിയറിൽ കണ്ടീഷൻസ് എല്ലാം റിവേഴ്സിലായിരിക്കും. അതായത് വിന്റർ ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. കൂടാതെ രാത്രി ദൈർഘ്യമേറിയതും പകൽ ദൈർഘ്യം കുറവും ആയിരിക്കും. എർത്തിന്റെ ഈ ഒരു പൊസിഷനാണ് സമ്മർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത്. ഇനി വിന്റർ സോളിസ്റ്റൈസ് എന്താണെന്ന് നോക്കാം. ഡിസംബർ 22 സൗത്ത് പോളിന്റെ ചരിഞ്ഞ ഭാഗത്തേക്കാണ് സൂര്യന്റെ പ്രകാശം പതിക്കുന്നത്. ആ സമയത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ സൂര്യന്റെ ഡയറക്റ്റ് റേസ് വീഴുന്നു. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്തിൽ സൺറൈസ് വീഴുന്നത് വെർട്ടിക്കലി, അതായത് ലംബമായിട്ടാണ്. അതുകൊണ്ട് സദേൺ ഹെമിസ്ഫിയറിൽ ഒരു വലിയ പോർഷനിൽ സൺലൈറ്റ് വീഴുന്നുണ്ട്. അക്കാരണത്താൽ സദേൺ ഹെമിസ്ഫിയറിൽ ദൈർഘ്യമേറിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും ആയിരിക്കും. ഇതിന് റിവേഴ്സ് ആയിട്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുക. ഭൂമിയുടെ ഈ ഒരു പൊസിഷനാണ് വിന്റർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത്. 21 മാർച്ചിലും 23 സെപ്റ്റംബറിലും ഇക്വേറ്ററിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു. ഈ സമയത്ത് ഭൂമിയുടെ ഒരു പോൾസും സൂര്യനിലേക്ക് ചരിഞ്ഞല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ പ്രതിഭാസമാണ് ഈക്വിനോക്സ് എന്ന് അറിയപ്പെടുന്നത്. 23 സെപ്റ്റംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണും സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും ആയിരിക്കും. 21 മാർച്ചിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണും ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂമിയുടെ റൊട്ടേഷനെയും റവല്യൂഷനും അനുസരിച്ചിട്ടാണ് ഭൂമിയിൽ രാവും പകലും സീസണുകളും എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. ഏൻഷ്യന്റ് ഇന്ത്യൻ ആസ്ട്രോണമർ ആയിരുന്ന ആര്യഭട്ട പറയുന്നത് എർത്തിന് റൗണ്ട് ഷേപ്പ് ആണെന്നും സ്വന്തം ആക്സിസിലാണ് എർത്ത് കറങ്ങുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി സബ്ജക്റ്റിൽ ഏൻഷ്യന്റ് ഇന്ത്യൻസിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കും.